ഹായ് ഫ്രണ്ട്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ കാലഗണന രീതി: ഫ്രഞ്ച് വിപ്ലവം, പാരീസിലെ ബാസ്റ്റൺ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടതാണ് കുളച്ച യുദ്ധം. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഗോദാവരി നദിയിലാണ്. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന: ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 11 ഈജിപ്തിലെ ഷറം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദൽ ഫത്തഹ് അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ചുവടെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ശരിയായ ജോഡി എന്ന് പറയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ മാത്രം ഹിതകാരണി സമാജം വീരേശലിംഗം, രണ്ടാമത് സ്വദേശാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകുന്ന പ്രസ്താവനകൾ ശരിയായവ രണ്ടാമത്തേത് മാത്രം. ചമ്പാരന്റെ സമരം നീലം കർഷകർക്ക് വേണ്ടിയാണ്. ചമ്പാരന്റെ സമരം നീലം കർഷകർക്ക് വേണ്ടിയാണ്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവുവേലി. ഭൂമിയും സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവുവേലി. ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കാദർ ഏത് മണ്ണിന്റെ വകഭേദമാണ്? എക്കൽ മണ്ണിന്റെ വകഭേദമാണ് കാദർ. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഹൈഗ്രോമീറ്റർ. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാർ. കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 1, 3 ശരിയാണ്. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. 3, ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിലെ പ്രധാന കാരണമായി. അപ്പം കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം. 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വായിച്ച ശേഷം ശരിയായവ 2ഉം 3ഉമാണ്. ഗാട്ടിന്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായത് 1948 ഗാട്ട് സ്ഥാപിതമായത്. ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകമാണ് ഇതെല്ലാം. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നതാണ് യോജിക്കാത്ത പ്രസ്താവന. യോജിക്കുന്ന പ്രസ്താവന: സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികളും സംരംഭങ്ങളും. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്ന് വെച്ചാൽ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 2002 ഭരണഘടനാ ഭേദഗതിയാണ്. താഴെ തന്നെ പ്രസ്താവന തെറ്റായത് എന്ന് വെച്ചാൽ അനുച്ഛേദം 44 തെറ്റായത്. അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമ സഹായവും. അനുച്ഛേദം 63 ഭരണത്തിന് ഒരു ഉപരാഷ്ട്രപതി. അനുച്ഛേദം 79 പാർലമെന്റ് രൂപീകരണമാണ്. ഒരു ബില്ല് പണം ബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്? 20 വർഷം മുമ്പ് വരെ. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് മർബറി vs മാഡിസൺ കേസ് 1803 താഴെ തന്നിരിക്കുന്ന തെറ്റായത് എന്ന് വെച്ചാൽ 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 2, 3 ശരിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെ അംഗമല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമണ്ഡല സഭയാണ്. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകാനുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 26. ഒരു പ്രൊഗേഷൻ എന്നാൽ ഒരു സെക്ഷൻ അവസാനിക്കുന്നു. താഴെ തന്നിരിക്കുന്ന ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിലെ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവു ആണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ
അംഗപരിമിതർക്ക് എത്ര രൂപ വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? 1,00,000. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ശ്രീമതി KC റോസക്കുട്ടിയാണ്. താഴെ തന്നിരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതമാണ്. P. സച്ചിദാനന്ദ ഏത് നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? മരണ സർട്ടിഫിക്കറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന ഭാഗം ക്ലോറോ ഫ്ലൂറോ കാർബൺ. താഴെ പറയുന്ന പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത്? മലേറിയയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, അമിതഭാരം. മനുഷ്യരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്നത് ജീവകം D ആണ്. പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണത്തിന് പ്രതീകമാണ്? സ്തനാർബുദം. പിങ്ക് റിബണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഇവയിലെല്ലാം സിറിഞ്ചിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. അപ്പോൾ പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തിയ സിറിഞ്ചിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവ ശരിയായത് 1ഉം 2ഉമാണ്. എല്ലാം വ്യത്യസ്ത വേഗതയുള്ളവയാണ്. മൊബൈൽ ഫോണിൻ്റെ മൈക്രോവേവിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക് മാഗ്നറ്റിക് തരംഗങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം വ്യത്യസ്ത വേഗതയുള്ളവയാണ്. മൊബൈൽ ഫോണിൻ്റെ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഒരു വസ്തു ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ 4000 ജൂൾ ആണ്. 2025 നവംബർ 2-ന് 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-3 ബന്ധപ്പെട്ട് ശരിയായി തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ്. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അടുത്തത് താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജമുണ്ടായിരിക്കുക? 2ഉം 4ഉമാണ്. താഴെ പറയുന്ന ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? B ആണ്. ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ജോൺ M. മാർട്ടിനസ് ആണ്. താഴെ പറയുന്നവയിൽ കളിപ്പാട്ട വൃത്തമായി അറിയപ്പെടുന്നതാണ്? കേക. കിളിപ്പാട്ട്, അതായത് താഴെ പറയുന്ന കിളിപ്പാട്ട് വൃത്തവുമായി അറിയപ്പെടുന്നതാണ് കേക. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേരാണ് വിഗതകുമാരൻ. മലയാളത്തിൽ ആദ്യ നിശബ്ദ ചലച്ചിത്രം എന്ന് പറയുന്നത് കേകയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിന് താളക്രമം അറിയപ്പെടുന്നത് ഇശലാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിന് താളക്രമം ഇശൽ. ഇന്ത്യ ക്രിക്കറ്റ് സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസമാണ് സുനിൽ ഗവാസ്കർ. തക് ബുർനി എന്ന സമകാല നോവൽ രചിച്ചത് വന്ദനയാണ്. പ്രോജക്റ്റ് ടൈഗറുമായി അനുയോജ്യമായ വാക്ക് ചേർത്ത് എഴുതാൻ. നോ വൺ ഈസ് ടു ദ ഓർഗനൈസേഷൻ ഇൻഡിസ്പെൻസിബിൾ ആണ്. EINDISPNSABLE. പ്രോജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് 3 മാത്രമാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ്. വന്യജീവി സംരക്ഷണ നിയമമാണ്. ഇന്ത്യയിലെ ആദ്യ ജൈവമണ്ഡല റിസർവ് നീലഗിരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. ഓപ്പറേഷൻ തണ്ട 2023 നടത്തിയത് അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനാണ്. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ. എയ്തർ യു ഓർ ഐ ഡാഷ് ടു ദ ചൂസ് ദ പോസ്റ്റ് ആണ്. ഐ വരുമ്പോൾ, അതായത് ഏതർ ഓർ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഐക്ക് ഐ ആമാണ് വരുന്നത്. ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്. ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റ്. ദേ വെയർ നോട്ട് അഷേംഡ് ഡാഷ് ഹഗ് ഈച്ച് അതർ ആണ്. അഷേംഡ് 2 ആണ് വരുന്നത്. ഗെറ്റ് റെഡി ഫോർ ദ റീസൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ആജ്ഞ അപേക്ഷ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് ദ മാനേജർ ടുമാറോ. ടേക്ക് അപ്പ് ആണ്. ചൂസ് ദ കറസ്പെക്റ്റ് വേർഡ് എന്ന് വെച്ചാൽ മാനുവൽ. MANOEUVRE ആണ്. MANOEUVRE
UBRE ആണ് വരുന്നത്. ഐ നോ ഹർ അഡ്രസ്, ഐ ഡാഷ് എ ലെറ്റർ ടു ഹർ. അതായത് രണ്ടാമത്തെ കണ്ടീഷനാണ്. അതായത് ഇഫ് പ്ലസ് പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ വുഡ് ഓർ കുഡ് പ്ലസ് V1 ആണ് വരുന്നത്. അതായത് കുഡ് റൈറ്റ് വരും. സിനോണിമസ് കം മീൻസ് ബോത്ത് ഈൽഡ് ആൻഡ് റിലന്റ് ആണ് വരുന്നത്. ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി could join the team on that day. Idioms stand for the stop avoiding the main issue and speak directly. ഞാൻ എന്താണ് പറയുന്നത്? ബീറ്റ് അറൗണ്ട് ദ ബുഷ് ആണ് വരുന്നത്. ശരിയായ പദം അതിരഥൻ എന്നാണ്. അതിരഥൻ ബി ആണ് ആൻസർ. ഉപക്രമം എന്നതിൻ്റെ വിപരീതാർത്ഥം ഉപസംഹാരമാണ്. പൂവമ്പ് പൂ പ്ലസ് അമ്പാണ്. സ്ത്രീലിംഗത്തിന് ഉദാഹരണം എന്ന് വെച്ചാൽ നങ്ങ്യാറ്. മഞ്ഞ എന്നർത്ഥം വരാത്ത പദം തൂലമാണ്. മഞ്ഞ എന്നർത്ഥം വരുന്ന പദം ഹിമം, നീഹാരം, തുകിനമാണ്. താഴെ പറയുന്ന ബഹുവചനത്തിന് ഉദാഹരണം എന്ന് വെച്ചാൽ മിടുക്കറാണ് ബഹുവചനത്തിന് ഉദാഹരണം. അമരം പിടിക്കുക എന്ന് വെച്ചാൽ വഴി കാണിക്കുകയാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ബിബാസു. 15 എന്ന പദം ഘടകങ്ങളൊക്കെ 10ഓ 15ഓ. ടിറ്റ് ഫോർ ടാറ്റ് ഉരുളക്കുപ്പേരി.